നമസ്കാരം. ഇത് മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണ്ണത്തിൻ്റെ വില ഗില്ലി പോലെ കയറി 13,430 ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ വില വീണിട്ടുണ്ട്. എന്ത് ചെയ്യാൻ വളരെ കഷ്ടമാണ്. രൂപ ഒരാളെ ഇറങ്ങിയിരിക്കുന്നു. 94.75 അടുത്തിരിക്കുന്നു. അതായത് 93-90 ഒരേ ദിവസത്തിൽ തന്നെ ഒരു ദിവസം ലീവ് വിട്ട് രാമർ നവമീന് രാമറിൻ്റെ ബർത്ത്ഡേ കൊണ്ടാടി കേക്ക് കഴിച്ചുകൊണ്ട് വരുമ്പോൾ 94.75 ആയി. ഇപ്പോൾ 95 നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോയി ഡോളർ വാങ്ങണമെങ്കിൽ 98 98 പറയുമ്പോൾ ഇനി 2 റൺസാണ് സെഞ്ചുറിക്ക്. രൂപയ്ക്ക് ഫോർമുല സെഞ്ചുറി അടിക്കാൻ ഇനി ഒരു 5.4 രൂപ. വർഷത്തിൻ്റെ അകത്ത് ഈ സെഞ്ചുറി അടിക്കും. പുള്ളി റിട്ടയർമെൻറ്റാ സെഞ്ചുറി ആവുമെങ്കിൽ ചെറി ഫസ്റ്റ് എന്ന് പറയുന്ന ടാർഗറ്റിന് അവർ തൊടും. ഒക്കെ അതിനെ നോക്കി വിഷമിക്കാതെ സന്തോഷിക്കണം. 4,651 രൂപയ്ക്ക് ചെന്നിരിക്കുന്നു ഗോൾഡ് 24 ക്യാരറ്റ്. ഈ പാവം 245 ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 220 ഓപ്പൺ മാർക്കറ്റിൽ. രണ്ടാണ്ടര വെള്ളി എന്ന് ഒരുപാട് വട്ടം പറഞ്ഞു. ട്രെൻഡ് 106 107 കണ്ടായിരുന്നു. എന്ത് നടന്നു എന്നാൽ രാവിലെ വന്ന ഉടനെ മാർക്കറ്റിൽ 227 പോയിന്റ് എന്ന് സന്തോഷത്തോടെ പറയാൻ വന്നു. വായന തുറന്ന് മൂടിൻ്റെ അകത്ത് 170 വീഴുന്ന മാർക്കറ്റ് 2,800 നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. 22,800 ബ്രേക്ക് ചെയ്യുമോ എന്ന് അത് നോക്കിക്കോ. 40 റെക്കോർഡ് ചെയ്തത്. നിഫ്റ്റി 1,350 പോയിന്റ് ഇട്ട് അരപ്പിലായിരിക്കുന്നു. ടെക്സ് ഇപ്പോൾ 1.7% ഡൗൺ. ഇറ്റി 1% അപ്പ്. 1.2 ഡൗൺ. CG 1% ഡൗൺ. ടെൽ 1.1 ഡൗൺ. അപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ്. TCS 1% അപ്പ്. കൊഷ്യൽ വെഹിക്കിൾ 5% കാലിയാണ്. പാസഞ്ചർ വെഹിക്കിൾ 4% കാലി. അപ്പുറം 2.7% കാലി. ഗമയിൽ 2.7% കാലി. ഇന്ത്യൻ ബാങ്ക് -2.5 ഗാലി. SN ബാങ്ക് -2.3. ത്രോ മോട്ടർ -2.3. DFC ഫസ്റ്റ് ബാങ്ക് -2.2. ഫെഡറൽ ബാങ്ക് -1.7. ഇതൊക്കെ വിഴുന്നിരിക്കുന്നു. ഗുഡ് ന്യൂസ് ഒക്കെ ആദ്യം നോക്കാം. സെൻസെക്സ് വിഴുന്ന് 6 ലക്ഷം കോടി കാണാതെ പോയി. ഇതിൽ എന്ത് ചെയ്തു എന്നാൽ ഇന്ന് പെട്രോളിൻ്റെ ടാക്സിന് 10 രൂപ കുറഞ്ഞിരിക്കുന്നു. പേസ് ഡ്യൂട്ടി 3 രൂപ തന്നെ ഇരിക്കുന്നു. ഡീസലിനെ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിരിക്കുന്നു. പക്ഷെ വില കയറ്റിയില്ല. ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ ഇടുവാണെങ്കിൽ 120 140 രൂപയ്ക്ക് പെട്രോളിൻ്റെ വില വിൽക്കണം. 140 രൂപയ്ക്ക് പെട്രോൾ വാങ്ങാൻ നിങ്ങൾ റെഡിയാ? $25 ഇരിക്കുമ്പോഴേ നിങ്ങൾ 100 രൂപ കൊടുത്തല്ലേ. ഒന്ന് വിഷമിക്കണ്ട. 140 രൂപ $106 $107 ഇരിക്കുമ്പോൾ ഓക്കെ വാങ്ങും എങ്ങനെയെങ്കിലും. പ്രൈവറ്റ് ആൾറെഡി കയറ്റാൻ തുടങ്ങി. കയറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ്റിന് സബ്സിഡി കൊടുക്കണം. സബ്സിഡി കടം വാങ്ങി കൊടുക്കണം. ഞാൻ പോകുന്നു എന്നാൽ നമ്മൾ കാത്തിരുന്ന് നോക്കാം. ഗോൾഡ്മാൻ സാക്സ് എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയുടെ ഈക്വിറ്റി താഴെ ഇറങ്ങും എന്ന് പറയുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെളിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. 6.1% എന്ന് പറയുന്നു. ഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് വന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രോത്ത് 0.1. സിറ്റിസൺ ഗ്രോത്ത് വന്നിട്ട് 4.1. ഇടയ്ക്ക് എവിടെയോ ഇരിക്കുന്നു. വാസി കയറിയില്ല എന്ന് പറയും. നിക്കയിൽ തന്നെ വിലവാശി 4% കയറിയിരിക്കുന്നു. ഈ വിലവാശി കയറിയേ ഇല്ല എന്നിരിക്കുന്നു. സോഫ്റ്റ്വെയർ കമ്പനി എന്ത് ചെയ്തു എന്നാൽ വിത്ത് പ്ലെയർ വന്ന് പെട്രോൾ ഡീസൽ വിലയെ കയറ്റിയിരിക്കുന്നു. SC അവിടെ വച്ചിരിക്കുന്നു. ഷെല്ല് പ്ലെയറൊക്കെ കയറ്റിയിരിക്കുന്നു. CG കമ്പനി ഓൾഡ് പ്ലേ ബുക്കിൽ ചെന്നിരിക്കുന്നു. വിലവാശിയെ ഡയറക്റ്റായി കയറ്റുന്നു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്നല്ലേ, സ്ട്രിങ്ഫ്ലേഷൻ. നമ്മളെ മണിപ്പേച്ചിനെ ഒളുങ്ങ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതായത് ഇൻഫ്ലേഷനേ ഇല്ല എന്ന് പറയും. ബിസ്ക്കറ്റ് 100 ഗ്രാം കൊടുത്തോണ്ടിരിക്കും. സഡനാ നോക്കിയാൽ ബിസ്ക്കറ്റ് 80 ഗ്രാം ഇരിക്കും. പക്ഷെ അതേ വിലയിലിരിക്കും. വെച്ചാൽ 20% വിലയെ കയറ്റി എന്നാണ് അർത്ഥം. ബിസ്ക്കറ്റ്, ഷാമ്പു ഇപ്പോൾ ഇതിലൊക്കെ പാക്കറ്റ് സൈസിനെ കുറച്ച് വിലയിനെ കയറ്റി അർജുനെ അവർ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ വിലവാശി കയറിയില്ല എന്ന് പറയാം. സുധനെല്ലാം കുറഞ്ഞു, വില അങ്ങനെയേ ഇരിക്കുന്നല്ലോ എന്ന് പറയും. അങ്ങനെ തന്നെ ഗവൺമെൻറ് പറയും. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് താഴെ ഇറങ്ങിയിരിക്കുന്നു. ആസ്പതി അരിശിക്ക് 25,000 കോടി പേയ്മെൻ്റാണ് പെൻഡിങ് ഉള്ളത്. എന്താ വായിച്ചായിരുന്നു. NBFC ഒക്കെ എന്ത് പറയുന്നു എന്നാൽ ലോൺ മോണിറ്റോറിയം കൊടുക്കണം. മാസം കൂടെ തീർന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ലോൺ മോണിറ്റോറിയം ചോദിക്കുന്നു എന്ന് പറയുന്നു. ഇത് MSMEയിലൊക്കെ കടം കെട്ടാൻ പറ്റുന്നില്ല. തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ കടനൊന്നും കെട്ടാൻ പറ്റില്ല. മോണിറ്റോറിയം കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ജപ്തി ചെയ്യണം. ഇത് കാരണം ഒരു മോണിറ്റോറിയം ഒരു 3 മാസത്തിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. തീർന്നതിൻ്റെ ശേഷം നോക്കാം എന്ന് പറയുന്നു. ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നാൽ ടാറ്റ എന്നോ പറഞ്ഞതിന് ഇവർ പറയുന്നു ഇപ്പോൾ
എല്ലാവരും ഇ ബിക്ക് ചെല്ല് ഇവി ചെയ്തുവെങ്കിൽ ഓട്ടോ ഇൻഡസ്ട്രി ഡൈനാമിക്സേ മാറ്റാം. ഇത് കാരണം എല്ലാവരും ഇ വി വാങ്ങാൻ പറയുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ യു ഐ പീസിനെ ആരും വാങ്ങുന്നില്ല. റൈറ്റ്സ് ഇഷ്യൂ ഇട്ട് കാശിനെ തൂക്കാം എന്ന് നോക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഇതിൽ അകപ്പെടുവാണെങ്കിൽ അത്രയും തന്നെ ക്ലോസ്. എഡിബിൾ ഓയിലൊക്കെ വില കയറി. ഉടനെ നമ്മൾ ജി എന്ത് ചെയ്യുന്നു എന്നാൽ ജി നോക്ക് ഞങ്ങളടുത്ത് കുക്കിംഗ് ഓയിലൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നു, ഞങ്ങൾക്കിതിൽ സഹായിക്കണം എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഞങ്ങൾ വർഷത്തിൽ $100 ബില്യൺ എക്സ്ട്രാ കെട്ടുന്നു, വില കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾഡ് ആൻഡ് വെള്ളിയുടെ വില പെട്ടെന്ന് താഴെ ഇറങ്ങി മാർക്കറ്റ് തുറന്ന ഉടനെ. ടാറ്റ സൺസ് എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ വലിയ ലോസ് ഇന്ത്യയിലും ടാറ്റ സൺസിലും ഈ ടാറ്റ ന്യൂ ആപ്പിൽ, പക്ഷെ മറ്റ് ബിസിനസ്സിലൊക്കെ നല്ല ലാഭം എടുത്ത കാരണം ഓവറോളായിട്ട് ഞങ്ങളെ പ്രോഫിറ്റ് കുറച്ച് സ്ട്രോങ് ആയിരിക്കുന്നു. നമ്മുടെ കമ്പനി വന്നിട്ട് ലോങ് ടേം സ്റ്റെബിലിറ്റിനെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ത് ചെയ്യുന്നു എന്നാൽ ക്യാപിറ്റൽ ഗെയിൻസ് നിങ്ങൾക്ക് വരുമല്ലേ, ഈ വീടൊക്കെ വിൽക്കുവാണെങ്കിൽ ആ അക്കൗണ്ടിന് ഞങ്ങളടുത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം, ബെനിഫിറ്റ് തരാം, വർഷം ഞങ്ങൾ നിങ്ങളെ കാശിൻ്റെ ഭദ്രമായിട്ട് നോക്കാൻ ഞങ്ങൾ അതാ പറഞ്ഞ് റെഡി ചെയ്തിരിക്കുന്നു. ഇപ്പം എന്ത് ചെയ്തു എന്നാൽ HDFC ഗവൺമെൻറ് ഇഷ്യൂ ഒക്കെ കണ്ടുപിടിച്ചു എന്നാൽ ന്യൂസ് എന്തെന്ന് വെച്ചാൽ ചക്രബർത്തിക്കും ശശിധർ ജഗദീശനും ബോക്സിംഗ് നടന്നിരിക്കുന്നു. ഈ ബോക്സിംഗ് ചക്രവർത്തി പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെ നല്ല ചെറുക്കൻ എന്നും പറഞ്ഞിരിക്കുന്നു. എല്ലാ ഡയറക്ടേഴ്സിനും അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് വോട്ടിട്ടു. ഒരു വലിയ IAS ഓഫീസറാണ്. ഉടനെ ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്തുകൊണ്ട് ചെന്നിരിക്കുന്നു. ഇതിനുശേഷം AMA പാരഡൈം എന്ന് പറയുന്ന കമ്പനി വേൾഡ് ബിസിനസ്സിന് ഇട്ടിരിക്കുന്നു. ടെക്സ് ബിസിനസ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ വിറ്റിരിക്കുന്നു. LNT അൾട്രാടെക് വന്ന് LNT ജയപ്രകാശ് അസോസിയേഷൻ്റെ ഒപ്പം ഇരുന്ന് ഡിസ്പ്യൂട്ടിനെ സെറ്റിൽ ചെയ്തിരിക്കുന്നു. അസറ്റ് ഓണർഷിപ്പ് ക്ലിയർ ആയി. ഇൻസോൾവൻസി മോണിറ്ററൈസേഷന് ശരി ചെയ്യുന്നു. ഇത് വെച്ചാൽ ജയപ്രകാശ് അസോസിയേറ്റ്സ് വന്നിട്ട് റെസൊല്യൂഷനിൽ ഇരിക്കുന്നു. ജപ്പാനിൽ ഇരിക്കുന്ന എല്ലാ ചിപ്പ് കാരണം ചേർന്ന് ഒരു മെഹാ കമ്പനിയെ മാറാമെന്ന് നോക്കുന്നു. റൂം, ടോഷിബ, ചിബുഷി എല്ലാം ചേർന്ന് സെക്കൻഡ് ലാർജസ്റ്റ് ചിപ്പ് ലെയറായി ബ്ലൂമിനെ എക്സ്പ്ലാക്ട് ചെയ്യാമെന്ന് നോക്കുന്നു. എന്നിട്ട് എന്ത് പറയുന്നു എന്നാൽ ഒരു മെഹാ IPO ഇട്ട് പൊസിഷൻ വീട്ടിലിരിക്കുന്നതാണ് കൺസോൾട്ടേറ്റ് ചെയ്യാമെന്ന് നോക്കുന്നു. മാർക്കറ്റ് അതിനെ താഴെ വീഴുന്നു. ഒരുപാട് കൺസിഡർ ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. ടിഫൻ കോഫിയിലാണ് ഇരിക്കുന്നു. ഒരു ടിഫൻ കോഫിയിൽ കൺസിഡർ ചെയ്താൽ മതി. വെപ്രാളപ്പെട്ട് നിങ്ങൾ ഒന്നിൽ ഇറങ്ങണ്ട. ട്രേഡിങ്ങിലും വേറെ എന്തെങ്കിലും ട്രാപ്പിലും നിങ്ങൾ അകപ്പെടരുത്. മാർക്കറ്റ് മോശമായിട്ട് തന്നെ ഇരിക്കും. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്, ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിൽ ലക്ഷത്തിന് മുകളിൽ ഇരിക്കുവാണെങ്കിൽ കാശിനെടുത്ത് നിങ്ങൾ ബോണ്ടിൽ ഇടുന്നതാണ് കൊള്ളാം. അല്ല എന്ന് വെച്ചാൽ ഇന്നും വളരെ നല്ല താള വീഴും ചെയ്യുമ്പോൾ നാട്ടിനെ കഷ്ടം വരുമ്പോൾ സുഹൃത്തിനെ ചുമ്മാ വിടാൻ പറ്റിയില്ല. അതിന് 40 രൂപ പെട്രോൾ കേട്ടാമോ എന്ന് പിന്നെ യോസിക്കുമ്പോൾ ടാക്സ് ഒക്കെ ഞാൻ കുറച്ചു എന്ന് കണക്ക് കാണിക്കുന്നതിൽ ഇത് പറഞ്ഞു എന്നാൽ എയർലൈൻസ് ഇത് ഒരു വലിയ എക്സ്പോർട്ടർ, അങ്ങനെ തിരിച്ച് നാട്ടിന് വിട്, മയന്ന വിലയ്ക്ക് ഇന്ത്യൻ ഓയിൽ വാങ്ങട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ ജിയെ കൊണ്ട് പറ്റൂല, വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സുഹൃത്തിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ നിങ്ങൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നല്ലേ, ഒരു 4% ഗവൺമെൻറ്റിന് കൊടുക്കുവാണെങ്കിൽ എത്ര വിചാരിക്കരുത് ജി, കുറച്ച് കഷ്ടമായിരിക്കുന്നു, കാലത്തിന് 4% തരൂ എന്ന് ഇരിക്കുന്നു. ഒരേ ദിവസത്തിൽ റിലയൻസ് 4% താഴെ വിടുന്നു. 2000 കോടി പോയി. എന്തിന് LPG ആദ്യം തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നു. LPG ആവശ്യമെന്ന് പറയുവാണെങ്കിൽ നന്നായിരിക്കും. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.